ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഗൈസ് അങ്ങനെ നമ്മൾ കുറേ നാളായി വ്ളോഗെല്ലാം ചെയ്തിട്ട് കുറേ ഗൈസ് എന്ന് വെച്ചാൽ 2 ആഴ്ചത്തോളമായി നമ്മൾ വ്ളോഗെല്ലാം ചെയ്തിട്ട്. ഗൈസ് വേറെ ഒന്നുമല്ല, സോങ്ങിൻ്റെ വർക്ക് ഞങ്ങൾക്ക് അറിയാലോ. സോങ്ങിൻ്റെ വർക്ക് ഇപ്പോൾ പുതിയൊരു സോങ്ങിൻ്റെ പോസ്റ്റർ പുറത്തോട്ടായിരുന്നു. പുള്ളിമാൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, തുടങ്ങിയേ ഉള്ളൂ. അന്നേരം ജൂൺ ജൂലൈ ആകുമ്പോൾ എന്തെല്ലാം റിലീസ് ഉണ്ടാവും ഗൈസ്. ഇന്ന് വേറെ ഒന്നുമല്ല ഗൈസ്, എൻ്റെ അമ്മമ്മേൻ്റെ മസിൽ പൊട്ടി ഗൈസ്. കയ്യിലത്ത് പൊട്ടിയിട്ട് കുറേ ആയി. നമ്മൾ ഇപ്പോഴാണ് ലാസ്റ്റ് ആകെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കോഴിക്കോടാണ് ഗൈസ് ഉണ്ടായത്, നിങ്ങൾക്കറിയാലോ. അന്നേരമാണ് നമ്മൾ അറിഞ്ഞത് മസിൽ പൊട്ടി എന്നത് ഗൈസ്. അന്നേരം MRI എടുത്ത് നോക്കുമ്പോൾ മസിൽ പൊട്ടിയിട്ടായിരുന്നു ഉണ്ടായത് ഗൈസ്. അന്നേരം ഇപ്പം 5 ദിവസമായിട്ട് ഫിസിയോതെറാപ്പിയെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 1 മാസത്തോളം ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അന്നേരം ഇപ്പം വീണ്ടും ഇന്ന് ഞായറാഴ്ചയാണ് ഗൈസ്. ഞായറാഴ്ച കൊണ്ട് അവർ 12 മണി വരെ ഉണ്ടാവും ധർമ്മശാല. അന്നേരം 12 മണി വരെ ഉണ്ടാവും. അവിടെ നേരത്തെ പോകണം, രാവിലെ ഇന്ന് പോവുകയാണ് കേസ്. സംഭവം സാധാരണ 3 മണിക്കേ പോക്കുള്ളൂ, എന്ന് വെച്ചാൽ 8 മണി വരെ ഉണ്ടാവും, രാത്രി ഉണ്ടാവും. പക്ഷേ ഇന്ന് ഞായറാഴ്ച കൊണ്ട് 12 മണി വരെ ഉള്ളൂ. നമ്മളിപ്പോൾ തന്നെ പോവുകയാണ് കേസ്. അന്നേരം ഇപ്പം അങ്ങനെയാണ് കേസ്, ഓരോന്നായിട്ട് ഇങ്ങനെ വരുത്താണ് കേസ്. എന്താണെന്ന് അറിയില്ല കേസ്. എന്തായാലും നമ്മൾ പുള്ളിമാൻ ജൂൺ ജൂലൈ റിലീസ് ഉണ്ടാവും. അത്ര നമുക്ക് പറയാൻ കഴിയും. വേറെ അപ്ഡേറ്റ് നമുക്കിപ്പോൾ തരാൻ കഴിയില്ല കേസ്. പിന്നെ കണ്ണൂരിൽ നിന്നല്ല വർക്ക് നടക്കുന്നത്, കോഴിക്കോട് നിന്ന് വർക്ക് എടുക്കുന്നത്. ഞാൻ അന്ന് കോഴിക്കോട് പോയത് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, പോയി. പക്ഷേ ആ പോയ അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ആഹി ഇരട്ടറിലാണെന്നായത്. അന്നേരം പുള്ളിമാൻ എന്തായാലും കോഴിക്കോട് നിന്നാണ് നമുക്ക് തീരുമാനിച്ചത്. പുള്ളിമാൻ വരുന്നത് കോഴിക്കോട് നിന്നായിരിക്കും വർക്കൊക്കെ തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം എൻ്റെ എല്ലാം കോഴിക്കോട് നിന്ന് തന്നെയായിരിക്കും. എന്തായാലും കോഴിക്കോട് നല്ല സ്റ്റുഡിയോ ഒക്കെ നോക്കി 4-5 സ്റ്റുഡിയോ ഒക്കെ നോക്കി സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ എന്തെങ്കിലും 2 സ്റ്റുഡിയോയിലാണ് വർക്ക് കൊടുക്കാൻ നോക്കുന്നത്. നോക്കാം ഗൈസ്, നല്ലതായി വരുമെന്ന് ഗൈസ്. എന്തായാലും നമുക്ക് ഫിസിയോതെറാപ്പിക്ക് പോവാം. അനക്കല്ല നമുക്ക്. ഓക്കെ, അമ്മമ്മനെ കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ആയി നമ്മൾ വ്ളോഗെല്ലാം ചെയ്തിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അമ്മമ്മേൻ്റെ കൈൻ്റെ ഇവിടെയാണ് കേട്ടോ മസിലോട്ട് എന്ന് കാണിച്ചെടുത്ത്. ഇവിടെയല്ലേ? ഇവിടെ കല്ലിച്ചിട്ടുണ്ട്. കല്ലിച്ച് നോക്കട്ടെ, കല്ലിച്ച് നോക്കട്ടെ മീൻസ് ഇവിടെയും ഉണ്ട് കല്ലിച്ചിട്ട്, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ. കുറച്ച് ഡാർക്കാണ്. അല്ല, ഫിസിയോതെറാപ്പിയിലൂടെ പോകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 1 മാസത്തോളം ചെയ്യണം അല്ലേ? ഇപ്പം എത്രയായി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരാഴ്ച കേസ്. തൊടുമ്പലും വേദനയുണ്ട് കേസ്, കിടക്കുമ്പം വേദന. അതാണ് അമ്മമ്മേൻ്റെ മെയിൻ ബുദ്ധിമുട്ട് കേസ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നു ഫിസിയോതെറാപ്പിക്ക് വേണ്ടി. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം കേസ്. അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് ക്ലിപ്പ് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എനിക്ക്? അയ്യോ, അന്നേരം എങ്ങനെയാണ് ക്ലിപ്പെല്ലാം എടുക്കുക? അന്നേരം ഫിസിയോതെറാപ്പി ചെയ്യുന്ന കാണാൻ കഴിയില്ല കേസ്. അവിടെ പോകുന്ന വരുന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്നെ കയറാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഓട്ടോ കയറി ധർമ്മശാല ബസ് വരെ വന്നിട്ട് ബസ് അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോ തിരിച്ച് ധർമ്മശാലയിലെ മന്ത്ര 10 മിനിറ്റ് ധർമ്മശാല നേരെ ഇങ്ങോട്ടേക്കാണ് പോയി പോവുക. അതായത് എഞ്ചിനീയറിംഗ് കോളേജ് എവിടെയാണ്? എഞ്ചിനീയറിംഗ് കോളേജ് ഈ കാണുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്. മനസ്സിലാക്കാം, എഞ്ചിനീയറിംഗ് കോളേജ്. ഇവിടെ നേരെ ഇങ്ങോട്ടൊക്കെ പോകേണ്ടത് മന്ത്ര ഹെൽത്ത് സെൻ്ററായിട്ട്. അങ്ങനെ എന്തൊന്ന് പേര് എനിക്ക് അറിയില്ല. കൈ ഞാൻ വലിയ വ്ളോഗ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ട് ഇവിടെ വന്നിന് ഗൈസ്. അമ്മമ്മനെ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് എനിക്ക് വ്ളോഗ് കാണിക്കാൻ കഴിയില്ല. ഉള്ളിൽ കയറിയാൽ പിന്നെ ഉള്ളിൽ കയറ്റില്ല ഗൈസ്, ചെയ്യുന്നവരെ ഉള്ളിൽ കയറ്റും. അങ്ങനെ ഒരു സീനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മന്ത്ര ഹെൽത്തിൻ്റെ ബാക്കിലുള്ള ഇവിടെ നല്ല വയലാട്ടോ. ഇവിടെ ബാക്കിൽ തന്നെ നല്ല വയലാണ്. ഇതാണ് മന്ത്ര, ഈ കാണുന്ന ബിൽഡിങ്. ഇത് ആയുർവേദശാല, അതായത് മന്ത്ര ഹെൽത്ത് സെൻ്റർ എന്നാറ്റിയ പേര്. ഇതന്നെ കേസ്. അങ്ങനെ ഫിസിയോതെറാപ്പിയെല്ലാം ചെയ്ത് വീട്ടിൽ വന്നിട്ടുണ്ട്. പറ എന്തെല്ലാം അവരെല്ലാം ചെയ്തത്? അവർ വൈബ്രേഷൻ ചെയ്തു. അമ്മമ്മ ഇങ്ങനെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. കയ്യിൽ നിന്ന് വൈബ്രേഷൻ, പിന്നെ എന്താ ചൂട് പിടിക്കുമോ? അല്ല, ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്തൊരു എക്സസൈസ് അങ്ങനെയല്ലേ? അത് വേറെ ഉണ്ട്. എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റൂല കേസ്. അതെല്ലാം ഞാൻ നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു അല്ലേ? നമുക്ക് ഉള്ളിൽ കയറാൻ എന്താ വിടാത്ത? അത് സ്ത്രീകൾ ഉള്ളെടുത്ത് എന്നാൽ പിന്നെ അതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വീഡിയോയിൽ കുറച്ചും കൂടെ ലെങ്ത് നമുക്ക് കണ്ടിട്ടുണ്ടാവും. അമ്മ എന്നെ നോക്കല്ല, സബ്സ്ക്രൈബേഴ്സിനെ നോക്കൂ. നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് ഇവർ. നോക്ക്, സംസാരിക്കുന്നവരോട്, ഇവരോട് എന്തെങ്കിലും സംസാരിക്കേ. ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് വന്നതാണ്. അങ്ങനെ പറ. വൈബ്രേഷൻ ചെയ്യുന്നു, പിന്നെ ഒരു ഓയിൽമെൻ്റ് തടി, അത് ചൂട് പിടിക്കുക,
ആ അത് കഴിഞ്ഞ് നമ്മൾ ആ ആ ഓരോ എക്സസൈസ് ചെയ്യുക. ആ അതിന് ആ അത് ഒന്നും രണ്ടൊന്നല്ല, ഒരു 5-6 ഇതുണ്ട്, ഓരോരോ ഐറ്റം. അങ്ങനെ 5-6 നമ്മൾ ചെയ്യണം. ആ ഇനി എൻ്റെ വ്ളോഗിലെല്ലാം ഇങ്ങനെ അമ്മമ്മ പറയും, ഞാൻ പറയിപ്പിക്കും ഗൈസ്. ഓക്കെ, അങ്ങനെ എൻ്റെ ഉള്ള വ്ളോഗുകളെല്ലാം അമ്മമ്മയും വ്ളോഗ് ചേരുക, മനസ്സെല്ലാം റെഡിയാക്കുക, എന്നിട്ട് എൻ്റെ ഒപ്പം വ്ളോഗിൽ വരിക, അധികം സംസാരിക്കുക. ഞാൻ എൻ്റെ മനസ്സ് മാറ്റിയത് ഇങ്ങനെയാണ്, അതുപോലെ തന്നെ അമ്മമ്മൻ്റെ മനസ്സ് അമ്മമ്മ മാറ്റണം വ്ളോഗിലൂടെ. കേട്ടോ? ഉറപ്പാണോ? നോക്കാന്നല്ല, ഉറപ്പായിരിക്കണം. 1 മാസം ചെയ്യാനല്ല പറഞ്ഞേ ഗൈസ്, 1 മാസം ചെയ്യേണ്ട ഫിസിയോതെറാപ്പി. ഇപ്പം എത്ര ഒരാഴ്ച ഇത് 6ാമത്തെ ദിവസം. നാളെയും കൂടി പോയാലും ഒരാഴ്ച വൃത്തിയാകും. നാളെ 7ാമത്തെ ദിവസം. അന്നേരം 1 മാസമായ ഇത് ജോയിൻറ്റ് വരുമല്ലേ, പൊട്ടി കിടന്ന മസിൽ പൊട്ടി ആടുന്ന മസിൽ പെയിൻ, അതായത് മസിൽ ടിയർ എന്നല്ല പറയുക, അതെ മസിൽ ടിയർ. അന്നേരം വേഗം മാറട്ടെ. 1 മാസം ഫിസിയോതെറാപ്പി ചെയ്യണം. അപ്പോൾ കേസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഫിസിയോതെറാപ്പി കണ്ടൻറ് ഇല്ലല്ലോ, നിങ്ങൾക്കറിയാലോ തന്നെ, കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയെല്ലാം വെച്ച് കണ്ടൻറ് ആക്കുന്നത്. അപ്പം നമുക്ക് 1-2 ഇനി വ്ളോഗ് ചെയ്യണമെന്നുണ്ട് ഗൈസ്. സോങ്ങിൻ്റെ വർക്കെല്ലാം സ്റ്റാർട്ടിംഗ് ആണ്. പുള്ളിമാൻ ജൂൺ ജൂലൈയിലാവും വരും. അത്രേ ഉള്ളൂ. ഇനി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഇനി ഇങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടുള്ള ചെറിയ എന്തെങ്കിലും വ്ളോഗ് വരുമായിരിക്കാം, എനിക്ക് പറയാൻ കഴിയില്ല. എൻ്റെ അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഗൈസ് ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പുതിയൊരു വ്ളോഗെല്ലാം വരും. ഒക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റാനില്ല, മടി. അതാണ് എന്നെ തളർത്തുന്നത്, എൻ്റെ മടിയാണ്. എനിക്ക് എൻ്റെ മടീനെ മാറ്റണം. എങ്ങനെയെങ്കിലും ഇങ്ങനെ വ്ളോഗ് ചെയ്താൽ എൻ്റെ മടി ഞാൻ മാറ്റും, അല്ലേ? എനിക്ക് മടിയില്ലേ കുറേ ഗൈസ്, എനിക്കിപ്പോൾ കൂടുതൽ നല്ല മടിയാണ്. എനിക്ക് വ്ളോഗ് ചെയ്യാൻ വരെ മടിയായിപ്പോൾ. മനസ്സിൻ്റെ വിഷമം. അതെ, മനസ്സിൻ്റെ വിഷമം. അതെ. അപ്പോൾ അത്രേ ഉള്ളൂ, വേണമെന്ന് പറയണ്ട. ചേട്ടാ പറഞ്ഞു. അപ്പോൾ ഗൈസ് ബൈ. പുതിയ വ്ളോഗ് വരാം. ബൈ.